ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൊൻകിരീടം കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് പഴയന്നൂർ BJP ഏരിയ കമ്മിറ്റി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ കാണാതായ പൊൻകിരീടം അന്വേഷണം നടത്തി കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മുൻ ദേവസ്വം ഓഫീസർ VC ദിനേശിനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പഴയന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ദേവസ്വം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളെയും വിശ്വാസികളുടെയും കരത്തടിക്കുന്ന സമീപനമാണ് അന്നു മുതൽ ഇവിടുത്തെ ദേവസ്വം ഓഫീസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാ എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി. ഇവിടുത്തെ ദേവിയുടെ കിരീടവും ഇവിടുത്തെ വസ്തുക്കളും അതേപോലെ തന്നെ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഇനി അറിയാൻ കഴിയണം. എന്തൊക്കെയാണ് ഈ ദേവിയുടെ സ്വത്ത്, എന്തൊക്കെയാണ് ഇവിടെ രജിസ്റ്റർ ഉള്ളത് എന്നുള്ളത് പബ്ലിഷ് ചെയ്യണം. കാരണം ഇതില്ലെങ്കിൽ നാളെ ഈ തരത്തിലുള്ള പ്രവണതയുമായി ഇവിടുത്തെ ദേവസ്വം ബോർഡും ഇത്തരത്തിലുള്ള ഓഫീസർമാരും വന്നു കഴിഞ്ഞാൽ മുഴുവൻ കൊള്ളയടിക്കുന്ന സമീപനമാണ് ഉണ്ടാവുക. ആ ദിനേശൻ എന്നുള്ള ആ ഓഫീസർ ഈ കിരീടം കണ്ണു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ CPM നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചത്. പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി TH അരുൺ, ഏരിയ പ്രസിഡന്റ് PV വൈദ്യനാഥൻ, RSS മണ്ഡൽ കാര്യവാഹക് സുരേഷ് ബാബു, മണ്ഡലം സെക്രട്ടറി P കൃഷ്ണകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് വെന്നൂർ, പഞ്ചായത്ത് സഹായ ഇൻചാർജ് ശശി വെന്നൂർ, എളനാട് ഏരിയ പ്രസിഡന്റ് അനൂപ് MU, വിശ്വഹിന്ദു പരിഷത്ത് ഖണ്ഡ് സെക്രട്ടറി സുരേഷ് കുമാർ, വിശ്വഹിന്ദു പരിഷത്ത് സ്ഥാനീയ സമിതി പ്രസിഡന്റ് KP വിജയകുമാർ, പരിവാർ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളായ T വാസുദേവൻ, NR വേണുഗോപാൽ, മോഹനൻ പഴയടത്ത്, വേണുഗോപാൽ, പ്രദീപ് കുമാർ തുടങ്ങി നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. CCV ന്യൂസ്, പഴയന്നൂർ.